ഹായ് 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 ചെയ്യുന്നവരിലേക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളും വാരണാസിയും തമ്മിൽ ഒരു 100 ചില്ലാൻ കിലോമീറ്റർ മാത്രം, 120 കിലോമീറ്ററോ അത്രയൊക്കെ ഉള്ളൂ. നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലാണ് ഉള്ളതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾ ഈ ഓട്ടോറിക്ഷയും കൊണ്ടാണ് വന്നത്, ഓട്ടോ ലൈഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ യാത്ര ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് വാരണാസിയായിരുന്നു. അവിടേക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഇനിയിപ്പോൾ വണ്ടി വരെ നമ്മൾക്ക് ഇടയിൽ തടസ്സമായിട്ട് ബുദ്ധിമുട്ട് ഏർപ്പെടുത്തുവാണെങ്കിൽ പോലും ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടരും. വാരണാസി വരെ എന്തായാലും ഞങ്ങൾ യാത്ര ചെയ്യുന്നുള്ളതാണ്. ഉത്തർപ്രദേശ് എന്തായാലും ഞങ്ങൾ എത്തും എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. അതിനപ്പുറത്തേക്കൊരു സ്ഥലം ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നില്ല. ഞങ്ങൾ വാരണാസിയിൽ എത്തട്ടെ, വാരണാസിയിൽ എത്തിയിട്ടാണ് നമ്മുടെ തീരുമാനങ്ങൾ. അവിടെ നിന്ന് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, റിട്ടേൺ ആണോ അല്ലേ എന്നുള്ളത്. ഏതായാലും ഇന്ന് നമ്മൾ വാരണാസിയിലേക്ക് എത്തിയിരിക്കും. ഇന്ന് രാത്രിയോട് കൂടിയിട്ട് വൈകിട്ട് ഒരു 5 മണിയോട് കൂടിയിട്ടൊക്കെ നമ്മളവിടെ എത്തും. നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് റൂമൊക്കെ എടുത്ത് സെറ്റ് ആവാനൊക്കെ എഴുതണം. കാരണം ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 10-36 ദിവസമായല്ലോ. ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ആകെ ഒറ്റ സ്ഥലത്ത് മാത്രമാണ് ഒന്ന് റെസ്റ്റിന് വേണ്ടി നിന്നത്. ആ ചേച്ചിൻ്റെ ദാബയിൽ. വേറെ എവിടെയും നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ട് എവിടെയും ചിലവഴിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും ദിവസം ഈ വണ്ടിയിൽ കിടന്നുറങ്ങുകയും ഈ വണ്ടിയിൽ നമ്മുടെ സാധനങ്ങൾ എടുത്ത് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്താണ് ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി വരുന്ന ഒരു 2-3 ദിവസങ്ങൾ, വാരണാസിയിൽ എത്തിയിട്ടുള്ള 2-3 ദിവസങ്ങൾ, അവിടെ സ്പെൻഡ് ചെയ്യുന്ന ദിവസങ്ങൾ പരമാവധി 1-2 ദിവസം, ഒരു 2 ദിവസമൊക്കെ ഞങ്ങൾ റൂമിൽ നിൽക്കാനാണ് കരുതുന്നത്. അതിനപ്പുറത്തേക്ക് വരുന്ന ദിവസങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അവിടെ എവിടെയൊക്കെ വണ്ടി സൈഡാക്കിയിട്ട് കിടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലേക്ക് ഞങ്ങൾ ചിന്തിക്കും. ഏതായാലും ഞങ്ങൾ ഇന്നത്തെ ദിവസം രാവിലെ ഇപ്പോൾ ഒരു 9:10 9:10 ഞങ്ങൾ വണ്ടി എടുക്കാൻ നിൽക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുളി കഴിഞ്ഞു. അപ്പോൾ രാവിലെ എണീക്കാൻ വെച്ചില്ലല്ലോ തിരിക്കത്തിട്ട്, മഴ പെയ്തിട്ട് ഞങ്ങൾക്ക് എണീക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയി എണീറ്റപ്പോൾ 8 മണി വരെ ഇവിടെ മഴയായിരുന്നു കേട്ടോ. ഇതിലൊക്കെ വെള്ളം കെട്ടിക്കുന്നത് എത്ര പെട്ടെന്ന് അതൊക്കെ ഉണങ്ങിപ്പോയതറിയോ. ഞങ്ങൾ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുക്ക് ചെയ്യണം. അത് പോണ വഴിക്കൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവാം. എന്നാൽ പിന്നെ ഇറങ്ങാമല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പ്രയാഗ്രാജ് എന്ന് പറയുന്ന വലിയൊരു നഗരത്തിൽ നിന്നും ഒരു 10-20 കിലോമീറ്റർ, 20-30 കിലോമീറ്ററൊക്കെ അകലെയായിരിക്കും. ഇന്നലെ രാത്രിയാണ് നമ്മൾ അതിലൊരു 6:30-ഒക്കെയാണ് അതിൽ പാസ്സാവുന്നത്. അതായത് ടൗണിലേക്ക് പോയില്ല, നമ്മൾ ബൈപ്പാസിന് ഇങ്ങനെ ഹൈവേ ടൗണിലേക്ക് പോകാതെയാണല്ലോ വരിക. അപ്പോൾ അതിലങ്ങനെ കയറി അടിച്ച് പോകുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് 126 കിലോമീറ്ററാണ് നമുക്ക് വാരണാസിയിലേക്കുള്ളത്. പിന്നെ നമുക്ക് വിട്ടുനോക്കാം. മെയിനായിട്ട് വിശക്കുണ്ട്, കുക്ക് ചെയ്യണം. ഹൈവേന്ന് ഒരു വണ്ടി മറിഞ്ഞതാണ്. ഡ്രൈവർക്ക് എന്തെങ്കിലും പറ്റിയണാവോ ഒന്നും പറയാൻ പറ്റില്ല. അതായത് ഇവിടുന്ന് നൈറ്റിലേക്കാരേ നാട്ട് മറന്നു. ഫുൾ ലോഡുണ്ടല്ലേ? ലോഡുണ്ട്. ലോഡൊക്കെ വേറെ വണ്ടി ഡ്രൈവർ ഓക്കെയാണ്. ലോഡൊക്കെ നല്ലോണ്ടേ. നല്ല ലോഡുണ്ട്. ഏതായാലും അതൊരു സങ്കടകരമായ കാഴ്ചയാണ്. ഉറങ്ങിയതാവാനാണ് സാധ്യത. അതായി അടിച്ചിക്ക് വണ്ടി സ്ലിപ്പായതാവും. അയാൾക്കൊന്നും പറ്റിയിട്ടില്ല. ഡ്രൈവർ ഓക്കെയാണ്. മറ്റായിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ചെറിയൊരു കേസായിട്ട് പോട്ടെ. കാരണം ഒരു കുടുംബത്തിൻ്റെ നാഥനാണ് അല്ലേ. എന്ത് വിശ്വസിച്ചൊരു കുടുംബം ഉണ്ടാവാം, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണ് ഏതൊക്കെയാണ് പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ NH-19 കയറിയിട്ടുണ്ട്. 120-126 കിലോമീറ്റർ നമുക്ക് ഈ റോഡ് തന്നെയാണ്, ഹൈവേ തന്നെയാണ് നമുക്ക് ഫുള്ളായിട്ട് ഓടാനുള്ളത്. വേറൊരു റോഡിലേക്ക് മാറിക്കയറേണ്ട ആവശ്യമില്ല. 9:45 സമയം കേട്ടോ. റോഡ് കുറച്ച് ഹൈറ്റിലാണ്. ആ സൈഡൊക്കെ പാടായതുകൊണ്ട് മണ്ണിട്ട് പൊതിച്ചേക്കാണ് റോഡ്. അപ്പോൾ ഒരു തണൽ ഗ്യാപ്പില്ല. ഇപ്പോൾ ഇവിടെ നല്ല ഗ്യാപ്പില്ല. അവിടേക്ക് ഇറങ്ങി ചെല്ലാൻ വഴിയില്ല, കുറേ അങ്ങോട്ട് പോകണം. വേറെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് സർവീസ് റോഡ് എക്സിറ്റ് അടിച്ചിട്ട് പോകണം. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഹോട്ടൽ കിട്ടുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ. രാവിലത്തെ ഭക്ഷണമേ അത് കഴിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാം. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളൊരു ഹോട്ടൽ ഇട്ട് പോകട്ടെ. അതും കാണാനല്ല ഇവിടെ. അതില്ലേ ഉണ്ട്, പക്ഷേ ഒന്നും ആയിട്ടുണ്ടാവില്ല. വെറുതെ ഞങ്ങൾ ഒരു ദാബയിൽ എത്തിയിട്ടുണ്ട്. തിരക്കേടില്ല, തിരക്കേടില്ല. ഇവിടുന്ന് നല്ല റൊട്ടിയും കഴിച്ച് പോവാം. കാരണം ഇനിയും വിശന്ന് നിൽക്കാൻ വയ്യ. വിശപ്പ് പറയണത് അങ്ങനെയാണല്ലോ അല്ലേ.
കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയൊക്കെയുള്ള ധാബയാണ്. അയ്യാ റൊട്ടിയാണ്, റൊട്ടി ഉണ്ട്. മൂപ്പരൊരു ഹൈറ്റും വെയിറ്റും കണ്ടങ്ങൾ ആള് നിസ്സാരമല്ല. ഇവിടെ എവിടെയൊക്കെ ഇരിക്കാം. ഇത് എന്താ ഇങ്ങനെയൊക്കെ ആകെ അലമ്പാക്കി? എവിടെ നമ്മൾ ഇരിക്കുക? നമ്മൾ ഇതുമ്മ ഇരിക്കല്ലേ? ഇതിപ്പോൾ ക്ലീനിങ് കഴിഞ്ഞാൽ ഇതുമ്മ ഇരിക്കാം. ഇതുമ്മ ഇരുന്നിട്ട് നമ്മൾക്ക് റൊട്ടി വരും. റൊട്ടി പറഞ്ഞത് റൊട്ടിയും ചായയും കുടിക്കുക. അതിക്ക് ഞാൻ എന്താ കിട്ടുക അറിയില്ല. അല്ല അതിക്ക് ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ കഴിക്കും. ആ വലിയൊരു റൊട്ടി, ഒരു 1.5 റൊട്ടിയോട് കൊണ്ടുവന്ന് വെച്ചത് ഉപ്പൂരി കിട്ടിയത്. അതിക്ക് കുറേ തൈര് സംഭവങ്ങളൊക്കെ ഉണ്ട്. 2 ഗ്ലാസ് ചായ ഉണ്ട്. തിന്നട്ടെ. ഇന്ന് ഉച്ചക്കൂടി ഒന്നും വേണ്ടി എനിക്ക് തോന്നില്ല. ക്യാമറ ആ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കൂടി ഒന്നും വേണ്ടി വരുന്ന തോന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ സാധനമാണ്, വലിയൊരു പ്ലേറ്റാണ്. നമ്മൾ പറയണത് കിട്ടണത് അല്ലേ? ഏതായാലും കുഴപ്പമില്ല, ഞങ്ങൾ കഴിച്ചോട്ടെ കേട്ടോ. ഞാൻ ആ റൊട്ടി കണ്ടപ്പോൾ ഞാൻ കയറി തിന്നൂല അല്ലേ? പക്ഷേ എങ്കിൽ അത് നമുക്ക് തിന്നാനുള്ളതിനേ ഉള്ളൂ. ഓവർ വലിയ അത് നാട്ടിൽ 2 പൊറോട്ട നമ്മൾ കഴിക്കൂലേ? പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ പൊറോട്ടയും ബീഫും പറയാൻ പറ്റില്ല ഇവിടെ. എന്താ വെച്ചാൽ പൊറോട്ട നാട്ടിൽ കഴിക്കൂല നമ്മൾ. 2 പൊറോട്ട കഴിക്കണം, അതേപോലെ തന്നെ പുറത്തും തോന്നിക്കും. എന്നാലും ഇപ്പോഴും വയറ് അവിടെ ഫുള്ളായിക്കൊന്നുമല്ല, ഒരു പാകത്തിലേ വരും. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം. എന്താ ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എത്രയൊക്കെ അറിയോ? 270 റുപ്യ. എന്താ വെച്ചാൽ നമുക്ക് ഒന്നിലേറെ ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടോ. കുക്ക് ചെയ്യാനുള്ള സാധനം വരെ നമ്മുടെ അടുത്ത് എല്ലാ സെറ്റപ്പും ഉണ്ട്. എനിക്ക് ഒരാഴ്ച കിട്ടും തോന്നില്ല, കുറച്ച് കഴിയും. ആയിക്കോട്ടെ, എന്തായാലും ഉച്ചഭക്ഷണം നമ്മൾ കുക്ക് ചെയ്യാം കേട്ടോ. കുക്കാണ് മക്കളെ. റോട്ട് കിടക്കണണ്ട, അധികം സമയമൊന്നും ആയിട്ടില്ല. ഒന്നുമില്ല, അവിടെ നിന്ന് വലിച്ചാണ്ട് ഇങ്ങോട്ട് വരാം അല്ലേ? ഒരു വടി എന്തെങ്കിലും എടുത്തോ? അതെടുത്തോ. പൊട്ടിച്ചാൻ പറ്റുമോ? പൊട്ടിച്ചടാ. അത് വേഗം പൊട്ടണ മരല്ലേ? വലുതന്നെ ആയിക്കോട്ടെ. അതെന്താ വെച്ചാൽ കനണ്ടത്. മതി, അത്ര അല്പം മതി. അല്ലെങ്കിൽ എന്തെങ്കിലും കവർ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ അടുത്ത്? കൈയിടാനേ കവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈയിട്ടാൽ മതി. കവറിൽ കയ്യുമ്മേ കവർ ഇട്ടിട്ട് ഉണ്ടോ നോക്കാം. നമ്മൾ സാധനം ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയില്ലേ, അതൊരു കവറാണത്. നല്ലോണം അങ്ങോട്ട് ആക്കുക, നല്ലോണം അങ്ങോട്ട് ആക്കുക. അതായത് അതിനരുമൊക്കെ ആക്കിക്കണേ. നമ്മളെ കൊണ്ട് പറ്റുന്നപ്പോൾ അതാണ് ഞാനാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ റോട്ടിൽ കിടന്ന് ഇങ്ങനെ അരയും. അഞ്ഞു കയറും. നമ്മൾ അന്ന് പോന്നിട്ട് പിന്നെ വല്ലാതെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. കണ്ടിക്കണ് ചെറുതായിട്ടൊക്കെ, അതായത് ഒന്നുമില്ലാതെ പറ്റി അരഞ്ഞു പോയതാ കണ്ടിക്കണ്, ഉണങ്ങി കടിച്ചിക്കണ്. ഇത്ര ഇങ്ങനെ ഇത് കണ്ടിട്ടില്ല. ഒരുപാട് ഉണ്ടാവലുണ്ട്. ഇപ്രാവശ്യം കുറവാണെന്നാണ് അല്ലേ? ഇപ്രാവശ്യം വളരെ കുറവാണ്. അടുത്ത പ്രാവശ്യം നമ്മൾക്ക് ഒരു കൈക്കോട്ട്, ചെറിയൊരു കൈക്കോട്ട് കൊണ്ട് പോരുകയാണെങ്കിൽ കൈക്കോട്ടും ഗ്ലൗസും വേണം. ഗ്ലൗസും വേണം. അങ്ങനെയാണെങ്കിൽ മറ്റുങ്ങളെ കൊണ്ടുവന്ന് ഈ മൂലക്കലൊക്കെ കുഴിച്ചിടാം അല്ലേ? ഇത് റോഡ് ഫുള്ളുണ്ട് ഗൈസ്. എന്ത് സാധനമാവോ അതാ. ഈ വണ്ടിന്റെ ബാക്കിലൊരു ലോറി വന്നു കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്ത് പോകാൻ പോലും പറ്റാത്ത അത്രയുണ്ട് അല്ലേ? ഗോൾഡ് റിംഗ് ആണ്, ഗോൾഡ് റിംഗ്. ഇതെന്താ സാധനം അറിയില്ല കേട്ടത്. ഒരാജാന സാധനമാണ്, നിസാരമല്ല കേട്ടാ. സാധന സൂപ്പർ സൂപ്പർ. ഇത് ടോൾ പ്ലാസിന്റെ ഉള്ളിൽ കൂടെ പോവോ? തോന്നില്ല. ഒന്ന് കറങ്ങാട്ടോ. അത് ടോൾ പ്ലാസിന്റെ ഉള്ളിൽ കൂടെ പോവാൻ സംശയമാണ്. ആവുമ്പോ തട്ടിയത് നോക്കാം. ആവുമ്പോ തട്ടിയത് തട്ടി. എത്രാണ് വലിയ സാധനം കൊണ്ടുപോകാൻ പോണേ? ഞങ്ങളെ വഴിയില്ല.
ഗൈസ് ആ എണ്ണണ്ടാ അതാണ് ഹൈവേ. ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരമായി, എത്ര നേരമായി ഒരു സ്ഥലം തപ്പി കിടക്കണ്, കിട്ടണ്ടേ, കിലോമീറ്റർ കണക്കിന്. ഇപ്പോൾ സമയം എത്ര ആരോ 1 മണിയായി കണ്ടെങ്കിൽ 1 മണിക്കാകെ 7-8 മിനിറ്റേ ഉള്ളൂ. ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു മൂച്ചിൻ്റെ ചോട് കിട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ കുക്ക് ചെയ്യാമെന്ന് കരുതി. അവിടെ എന്തോ ഒരു ക്ഷേത്രം അങ്ങനെ എന്തോ ഉണ്ട്, ചെറിയൊരു ക്ഷേത്രമാണ്. ഏതായാലും ഹൈവേയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ വണ്ടീൻ്റെ ബ്രേക്ക് കിട്ടണുള്ളതെന്നല്ല, ബ്രേക്കിന് എന്തോ ഒരു കമ്മിയുണ്ട്. ആ ബ്രേക്ക് കൂട്ടണം. അപ്പോൾ അത് പണിയാണ് ഇതിൻ്റെ കൂട്ടാൻ. എനിക്കറിയില്ല കേട്ടോ ഇത് എങ്ങനെ കൂട്ടേണ്ടത്. അപ്പോൾ വർക്ക്ഷോപ്പിൽ ഞാൻ വിളിച്ചപ്പോൾ ഒരു പറഞ്ഞു ഈ കാണുന്ന ഞെട്ടുണ്ടല്ലോ അതും അതേപോലെ തന്നെ ഈ സ്റ്റൈലിൻ്റെ അപ്പുറത്തൊരു ഞെട്ടുണ്ട്, ആ മൗണ്ടിൻ്റെ അപ്പുറത്ത് ആ ഞെട്ടുമ്പാടെ കൂട്ടുക. പിന്നെ ആദ്യം വീല് പൊക്കണം, എന്നിട്ട് പിന്നെ ലൂസാക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അത് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ കുക്കിംഗ് നമുക്ക് ചെയ്യണം. ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടി. കഞ്ഞി മാത്രം പോരടാ, കഞ്ഞിയും ചമ്മന്തി ആയിക്കോട്ടെ എന്നല്ലേ. ഒന്നിലേറെ സമയം ഒരുപാടായി. ഇപ്പം ഞങ്ങൾ വാരണാസി തമ്മിൽ അവർ 50 കിലോമീറ്ററിൻ്റെ മാറ്റമേ ഉള്ളൂ. ओ पानी अच्छा है? हाँ 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 पानी है ना। हाँ पानी अच्छा है। पानी आवा अब मंदिर में साफ हो गया, वहाँ बैठ के पूजन करिए। हाँ तब यहाँ से चला पूजन करिए आराम से। ഒരു പറയണം എന്താ വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് അതിനെ അവിടെ ഇട്ട് കുക്ക് ചെയ്യാനാണ് അല്ലേ. आराम से पूजन करिए। ആ ഭോജനക്ക് ഓ അപ്പോൾ നമുക്ക് വെള്ളം കുക്ക് ചെയ്യാൻ മാത്രം മതി. പിന്നുള്ള വെള്ളം നമ്മൾക്ക് അതിൽ നിന്ന് എടുക്കാം, പൈപ്പിൽ നിന്ന് എടുക്കാം. പാനി നല്ല പാനിയാണ്. കേരള हाँ किधर निकला इधर जाएंगे बनारस में बनारस हाँ वहीं रहेंगे അപ്പോൾ ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ഇവർ ആടിനെ നോക്കുന്ന ആളുകളാണ്. ആടിനെ ചെമ്മരിയാടാണ് അല്ലേ, ചെമ്മരിയാടിനെ നോക്കുന്ന ആളുകളാണ്. ഓക്കെ ഞാനേ ആ ഒരു ഭക്ഷണം കഴിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്റ്റൗവും കാര്യമൊക്കെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ പരിപാടി നോക്കുകയാണ്. ഞങ്ങൾക്ക് സ്ഥലം കിട്ടിട്ടോ പാത്രം കഴുകാനും. ഇതൊരു അമ്പലമാണ്, കുട്ടികളെ അമ്പലമാണ്. ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല, ഇതാകെ കലക്കം വെള്ളം. ഇതിന് കഴുകിയാലും ഇനി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒന്നുകൂടി നമ്മളെ വെള്ളം കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകേണ്ടി വരും, ഒന്ന് ഒലിമ്പെടുക്കേണ്ടി വരും. ഏയ് ചട്ടീൻ്റെ ബാക്ക് നോക്കാം വേണ്ട. ഈ കുടുക്കയാണ് ലെവലാകാത്ത. കുടുക്കയില് ചോറുണ്ടായിട്ടേ ഏതായാലും ഇവരതേ ലൈഫാട്ടെ ഞങ്ങൾക്കിപ്പോൾ. ഇവരെ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ വെള്ളം ഇവരെ പോലെ തന്നെ ഞങ്ങൾ. കാരണം എന്താ വെച്ചാലേ ഇവിടെ ഈ അടിക്കണ പൈപ്പേ ഉള്ളൂ. ഓരോരോ അവസ്ഥ നമുക്ക് നേരിൽ കാണുന്നതൊക്കെ. റോഡ് നാഷണൽ ഹൈവേ ഒക്കെ വമ്പ ഹൈവേ ആണ്. അതൊക്കെ വന്നോടെ ഇവർക്ക് വീട് ഒരുവിധമില്ല. പുറമ്പോക്കില് അതുപോലെ തന്നെ നമ്മുടെ ഓവർ ബ്രിഡ്ജിന്റെ താഴെയൊക്കെ എത്രയോ ആളുകളെ താമസിക്കണവരോ വീടില്ല. രണ്ടായി അടിക്കും ആ ഏലയില സുന്ദരക്കില്ലാടിത്തെ പോലെ മാതം പോലെ നീരാട്ട് ആവാറങ്ങൾക്കും കാവൽ നിൽക്കും നാടൻ പട്ടിണം കൊണ്ടാട്ടം. അതൊരു കണ്ടറിഞ്ഞിട്ട് പോട്ടല്ലേ പടം. വെള്ളത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മളുടെ നാട്. വെള്ളത്തിന്റെ നല്ല മാനസികമായിട്ടും ആളുകളുടെ പെരുമാറ്റത്തിലൊക്കെ നമ്മളുടെ നാട് തന്നെ. പൊന്തിച്ചിട്ട് 14-ന്റെ സ്പ്ലെൻഡർ ആണത്. നമ്മളെ കൊണ്ട് കയ്യും അറിയില്ല കഴിയണത്. കാരണം എന്താ വെച്ചാൽ ബ്രേക്ക് ആയതുകൊണ്ടേ റിസ്ക് എടുക്കാൻ പറ്റില്ല. വേറെ എന്തുവേണേ നമുക്കൊന്ന് റിസ്ക് എടുക്കാമായിരുന്നു, പക്ഷേ ബ്രേക്കിൻ്റെ കാര്യത്തിൽ പറ്റില്ല. മോനെ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സംഭവമല്ലല്ലോ, ബ്രേക്കല്ലേ. ഗൈസ് ഇവിടെയൊക്കെ ഞങ്ങളിവിടെ പോരുന്നതിന് മുന്നേ ഇതിൽ നമ്മുടെ കുറേ ആളുകൾ പാസ്സായപ്പോൾ അവരൊക്കെ പറഞ്ഞത് വെച്ചാൽ നോർത്തിൽ ഭയങ്കര ചൂടാണ്. ഉത്തർപ്രദേശിൽ നമ്മളെ ബായിക്ക് കുളിച്ചപ്പോൾ ബായിയൊക്കെ അതാ പറഞ്ഞു. പക്ഷെ ബായി നമ്മളോട് ബായിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണില്ല കേട്ടോ. നമ്മൾ ബായിൻ്റെ പേരും പറഞ്ഞ് ഇറങ്ങിയത്. ബായിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ, ഈ ടോയ്ലറ്റിൻ്റെ വിഷയം കൊണ്ട് വന്നു. ബായി പറഞ്ഞു ബായി ഇവിടെ ടോയ്ലറ്റൊന്നും ഇല്ല. പിന്നെ നമ്മൾ എന്തായാലും ഇനി പോണേ ചടപ്പേക്കാൻ, ആ ഭാഗത്തേക്ക് നമ്മൾ പോകണില്ലാണ്ട് അല്ലേ.
കൊണ്ട് അങ്ങോട്ട് കൊണ്ടു. അപ്പം എന്താ വെച്ചാൽ ഓരൊക്കെ പറഞ്ഞ കാര്യം വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടാണെന്നാണ്. നമ്മൾ ഉത്തരപ്രദേശിക്കാരായിട്ട് ഇത് വെച്ചാൽ നമുക്ക് ചൂട് അത്ര അധികം കിട്ടിയില്ല, കുറച്ച് കിട്ടിയുള്ളൂ അല്ലേ. നല്ല കാലാവസ്ഥ നമുക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥയാണ്. മഴ പെയ്തു, ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഈ മഴനെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. മഴ ഞങ്ങൾ പിന്നാലുണ്ട്. അയ്യോ എൻ്റെ വിരലൊടുങ്ങിയില്ല. ഇത് റിസ്ക് കേട്ടോ. അപ്പുറത്ത് പോയി ഇതാക്കണത് അവിടെ കഴിയില്ലല്ലേ. അവിടെ നിന്നും കഴിയില്ല. ഇത് ടൈറ്റ് ആക്കിയാണ്. ടൈറ്റ് ആണ്ടാ, ടൈറ്റ് ആക്കല്ല വേണ്ടത്. മൗണ്ട് എന്നൊക്കെ സൗണ്ട് ഉണ്ടോ? ഈ മൗണ്ട് എന്നാണ് സൗണ്ട്. ഇഞ്ഞ് പോയിട്ടേ ബ്രേക്ക് ഔട്ട് ഞാൻ പറയും കേട്ടോ, ഞാൻ പറയും. ചവിട്ടിക്ക ഊട്ട ചവിട്ടിയ അത് കണ്ടോ ഓരേ ഇവിടുന്ന് വെള്ളം, ആ വെള്ളം എടുത്താണ് കുടിക്കണത്. നമ്മളും കൂടി നമ്മളുടെ വെള്ളം മാറ്റിയിട്ട് കുടിച്ചത്. കാരണം നമ്മൾക്ക് അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട്. ഇവരൊക്കെ പക്ഷെ അത് കുപ്പിയിൽ നിറച്ച് കൊണ്ടുപോവാണ്. ശീലമില്ലടാ. ശീലമായില്ലേ. മഴയാണ് വീണ് നന്നായി പൊളിച്ചു. അല്ല എന്താ പറയുക, ഇതൊക്കെ എന്തിന് ഇത്രയും എട്ടെങ്ങനെ പിടിച്ച സ്ഥലത്ത് കൊണ്ടുവച്ചിക്കണമെന്നാണ് ഞാൻ ആലോചിച്ചത് അല്ലേ. പിന്നെ ഇത് മനുഷ്യന്മാർക്ക് പണിയെടുക്കുന്നു വേണ്ട ചേട്ടേ. അല്ല കച്ചുമോടൊക്കെ ആകെ ചളി പുളിയൊക്കെ ആയിട്ടോ. അത് ഞാൻ വെക്കണമായി ക്ലിയർ ആക്കിയാണ്. രാജേ ബ്രേക്ക് ചവിട്ടണം ഞാൻ പറയുമ്പോൾ കേട്ടോ. ഞാൻ പറയാം കേട്ടോ. ചവിട്ടിയാ ആടാ ഇവിടെ ചവിട്ടിയാ. ആഹാ ഇവിടെ. ഇനി ഇത് ഇവിടുന്ന് താത്തണം. ഇത് താത്തിയിട്ട് ഞാൻ അടുത്ത വീല്, ഈ വീല് പൊക്കണം. ഈ വീല് പൊക്കിയിട്ട് വേണം ചെയ്യാൻ. എനിക്കിതിൻ്റെ പണിയൊന്നും വല്ലാതെ അറിയില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയും കൊണ്ട് നടക്കണേ. ഒരുപാട് പ്രതിസന്ധികൾ ഈ യാത്രകൾ വന്നിട്ടുണ്ട്. ശരിക്കും ഇന്ന് ഇപ്പോൾ ഈ ബ്രേക്ക് ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പോൾ പറ്റ ബ്രേക്ക് പോയി അല്ലേ. പറ്റ പോയിട്ട് ഇപ്പോൾ ഒന്ന് ലെവലാക്കിയതാണ്. അപ്പോൾ ലെവലായിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് ഓക്കെയാണ്. അവിടെ ചവിട്ടുമ്പോൾ തന്നെ അറിയാം. ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇനി ഈ സൈഡും കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എത്രത്തോളം അയക്കണത്. കഞ്ഞി നോക്കിയേച്ചി, കഞ്ഞി എന്താ അവസ്ഥ? കഞ്ഞി നോക്കണതിൻ്റെ ഇടയിൽ കൂടെ ഒന്നിലേറെ കഞ്ഞി ആക്കാനുള്ള കാരണം ഒന്നും ഇതാണെന്ന്. കാരണം നമുക്ക് കുക്ക് ചെയ്തിരിക്കാനുള്ള ടൈമില്ല. ബ്രേക്ക് നോക്കൽ നിർബന്ധമാണ്. വെന്തോ തിളക്കുന്നുണ്ട് സാറായിട്ടില്ലേ. വേകാനായിട്ടുള്ളൂ. വെന്തില്ലല്ലോ. ഇല്ല വെന്തില്ല. ആ കണ്ടാൽ തന്നെ അറിയാം. ഓ നേരത്തെ കാട്ടി അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഇറക്കി നോക്കും. ചവിട്ടെന്ന് പറയുമ്പോൾ ചവിട്ടണം കേട്ടോ. ചവിട്ടിക്കണല്ലേ, ഫുൾ ചവിട്ടിയേക്കല്ലേ. ഈ വീലാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കണേ. ഇതും കൊണ്ടൊക്കെ ഈ ഹൈവേ കൂടെ ഓടിയാലേ. നോട്ടെ ചവിട്ട്. ഓക്കെ, അത് വിടരുത് കേട്ടോ. വിടല്ലേ. ആണ്ടോ ഗൈസ്, ആണ്ടോ ഓൻ വിട്ടിട്ടില്ല. ഇല്ലല്ലോ. അപ്പോൾ അതൊന്ന് കൂട്ടണം. ഓക്കെ, ഒന്ന് റെഡി ആയിക്കണ്. ഞാൻ പറയും ചവിട്ടാം കേട്ടോ. ഓക്കെ, ആയിട്ടില്ല കേട്ടോ. ഞാൻ കറക്കട്ടെ കേട്ടോ. ചവിട്ടിയാ ഇപ്പോൾ ചവിട്ടി പിടിച്ചിരിക്കുക. അതിലൊന്നുകൂടി ചവിട്ടി പിടിച്ചിരിക്കല്ലേ. അപ്പോൾ ഇനിയും ടൈറ്റ് ആക്കാണ്ട് കുറച്ചുകൂടി കൂട്ടാണ്ട്. ടയർ കറങ്ങന്നെയാണ്. ഈ വീലാക്കണ ഇത് ശരിയാവണില്ല. എത്ര ആക്കി ഞാൻ കുറേ ആക്കി നോക്കി, റെഡി ആവണേ ഇല്ല. ഇതിപ്പോൾ ടൈറ്റാണ്. ഭയങ്കര ടൈറ്റാണ്. പക്ഷേങ്കിൽ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇതിങ്ങനെ തന്നെയാണ്. ഇത് ലൂസാവും. ഈ ഇടായിലൊരു നെട്ടുണ്ട്. അത് ഭയങ്കര റിസ്ക്കാണ്. കൈയൊക്കെ പലവട്ടം തട്ടി. ഇവിടെ ഇരുന്ന് ഇവിടെ പണിത്ത് ഈ ഏരിയനോട് വൃത്തിയായി. അപ്പോൾ ഇതിങ്ങോട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കുക ലൂസാക്കുക എന്നുള്ളത് തോന്നുന്നത് ഇതിലൊരു ഓപ്ഷന്. വേറെ ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊരു ഓപ്ഷൻ ഉണ്ടോ വെച്ചാൽ അറിയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ ഇവിടെ തീരാണ്. സമയം 3 മണിയായി. ഈ നേരം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങൾ.
ഇപ്പം ഇത് ഫ്രീ ആയി ഉണ്ടോ? ഫുൾ ഓപ്ഷൻ ആയിട്ടില്ലെങ്കിലും ഇത് ഫ്രീ ആയി കണ്ടോ? ചെറിയ ഡയറ്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇനി ആ എന്താ ബ്രേക്ക് ഒന്ന് ചവിട്ടി കാണിച്ചോ. ചവിട്ടി ഉണ്ടോ? എൻ്റെ കജ്ജമ്മത്തന്നെ ഈ സാധനം കറങ്ങണം. എന്താ ഞാൻ ചെയ്യാ? എനിക്കറിയണ മാതിരി ഞാൻ വർക്ക്ഷോപ്പിൽ ചെക്കന്മാർക്ക് വിളിച്ചു നോക്കി. ഒരു പറഞ്ഞ പോലെ ഇപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കണം. ആ സൈഡ് ഓക്കെ ആയി, പക്ഷേ ഈ സൈഡ് ഓക്കെ ആവണില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. എന്താ ചെയ്യാറ്? ഇതുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് സമയം ഇത് മല്ലിക്കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം ഇതുമ്പോൾ തന്നെ പോവുകയാണ്. സമയം ഇപ്പോൾ ഇവിടെ 3 മണിയായി. ബ്രേക്ക് റെഡിയാകാതെ റോട്ടിൽ കയറ്റി കഴിഞ്ഞാൽ പണിയാവും നമുക്ക്. കാരണം എന്താ വെച്ചാൽ ബ്രേക്ക് റെഡിയാകാതെ കയറ്റി പറഞ്ഞാൽ റിസ്ക് അല്ലേ, അത് നമുക്ക് നല്ല പണി വരും. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഇത് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കേണ്ടി വരും, ഇവിടെ എവിടെയൊക്കെ കയറ്റി ഇടേണ്ടി വരും. ഇത് പണി ഫുള്ള് തീർന്നിട്ടില്ലെങ്കിൽ ഇന്ന് എവിടേക്ക് എത്തുന്ന ഒന്നും അറിയില്ല. കാരണം ആകെ പിടുത്തം പെട്ടുകണെന്ന്. ഒരു വിത്ത് റെഡി ആയിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നത്. ചവിട്ടിയോ? പവറാണോ? ഞാൻ കറക്കി നോക്കുകയാണ്. കറക്കി നോക്കാം. ആ ഓക്കെ ഓക്കെ ആ സെറ്റാണ്. എന്നാൽ ഈ നേരം വരെ ഭക്ഷണം കഴിച്ചില്ല, 3:30 കാരണം ഇതൊക്കെ ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വിശക്കൊന്നുമില്ല. ആൾറെഡി നമ്മൾ ദൂരം വിട്ട് നാട് വിട്ട് ദേശം വിട്ട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾക്ക് അറിയുന്ന രീതി നമ്മളെ വണ്ടിനെ പാടുത്തുകൊണ്ട് നിൽക്കുക. സത്യം പറഞ്ഞാൽ പള്ളൊക്കെ പറ്റ ഒട്ടിക്കുകയാണ്. കഞ്ഞി കുടിക്കല്ലേ? സമാധാനത്തോടുള്ളൊരു കഞ്ഞൂടി കുടിക്കുക. എന്താ ചമ്മന്തി ഉണ്ടാക്കുക? ആയിണ്ടോ? വെറും മുളക് മതിയൊന്നും ഉള്ളി ഇട്ടൂലേ? അത് വല്ലുള്ളി ഇട്ടാൽ അതിൻ്റെ സുഖം കിട്ടൂല. വെറും മുളക് അത് ചെറിയ ഉള്ളിയാണെന്ന് തന്നെ ഉള്ളൂ, ചെറുള്ളി അല്ലേ വലുതിൻ്റെ ചെറുത്. ആയിക്കോട്ടെ, എന്തായാലും ഇട്ട് ഉപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചണോ ഉണ്ടാക്കി. ഞാൻ അപ്പത്തിന് വണ്ടി താത്തി ഈ കർട്ടനൊക്കെ ഇട്ടേക്കട്ടെ. മഴയും പെയ്യുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ പറഞ്ഞില്ലേ ഉത്തർപ്രദേശിൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ചൂടാ, പെരുംചൂട് എന്നൊക്കെ. ഞങ്ങൾക്കാണെങ്കിൽ മഴകളെ ഇപ്പോൾ കാലാവസ്ഥ മാറി ഇങ്ങനെ വരുവാണ്. ഒന്നില്ലാതെ നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇവിടേക്ക് വരിക പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു മാസം ആയല്ലോ. ഒരു മാസം കൊണ്ട് കാലാവസ്ഥ മാറി. മക്കളെ സമയം ഇപ്പം എത്ര ആയി അറിയാം ഞങ്ങൾക്ക്? 6 മണിയായി. 6 മണിയായി കുക്കോ. വാരണാസിയിൽ നിന്ന് എത്തിയേ പറ്റൂ. ഞങ്ങൾ വാരണാസിയിൽ റൂം എടുക്കാമെന്നാണല്ലോ നമ്മൾ കരുതിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വാരണാസിക്ക് എത്തണം. വാരണാസി എത്ര നിർബന്ധമാണ്. വണ്ടി എടുക്കുവാണ്. വണ്ടി എടുത്തിട്ട് ഇനി നേരെ വിടുവാണ്. ബ്രേക്കിൻ്റെ വിഷയമേ രണ്ടാമത് ഈ ടയർ ഒന്ന് വെറുതെ പൊന്തിച്ച് നോക്കി. അത് പൊന്തിച്ച് നോക്കിയപ്പോൾ അതും അങ്ങനെ തന്നെ. ബ്രേക്ക് ക്ലിയർ അല്ല നമ്മൾ ചെയ്തത്. വീണ്ടും വീണ്ടും അത് ക്ലിയറാക്കി. എത്രങ്ങാനെ നമുക്കൊന്നില്ലാതെ നമ്മൾ എടുത്ത് പരിചയമുള്ള ഒരു പണിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയമായി അതിന് വന്നു. ഏതായാലും ഒക്കെ കെട്ടി മൂടി എടുത്ത് വെച്ചില്ലടാ. ഇനി ബ്രേക്കും ചവിട്ടി നോക്കും. ഇനിയിപ്പോൾ പോണ പോക്കിൽ എന്തെങ്കിലും സംഭവിക്കുക എന്തോ ഒന്നും അറിയില്ല. ഇവിടുന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് നോക്കാൻ വേണ്ടി വെക്കും. ഇവിടെയൊക്കെ നോക്കാമല്ലോ. നമുക്ക് ഒന്ന് ചവിട്ടി നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നമ്മളിന്ന് ഇവിടെ തന്നെ ചുരുളാനുള്ള പരിപാടിയിലാണ്. അതേ നടക്കുള്ളൂ. ചവിട്ടി നോക്കുക. ട്രാക്ടർ കഴിയട്ടെ. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ വാരണാസിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് റൂം എടുക്കണമെങ്കിൽ വേറൊരു എന്താ പറയുക കുറച്ചും കൂടി അങ്ങോട്ട് ചെന്നിട്ട് എടുക്കാമെന്ന് എത്തിയിട്ടാണ് നിൽക്കുന്നത്. ഇത് നല്ല രസമാണ്. റോഡും അതുപോലെ തന്നെ ഈ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ രാജ്യത്ത് കൂടെ തന്നെ അല്ലേ നമ്മൾ പോകുന്നത്. അതിൻ്റെ ചെങ്ങന്മാരെ ഇവിടെ ഫുള്ള് ബ്ലോക്കാട്ടോ, ടൈറ്റ് ബ്ലോക്കിങ്. കുറേ നേരമായി. ഞങ്ങൾ അസിഘട്ടിലേക്കാണ് പോകണം. അവിടെയാണ് ഞങ്ങൾ റൂം എടുക്കണമെന്ന് കരുതുന്നത്. ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, ഭയങ്കര ടൈറ്റ് ബ്ലോക്കാണ്. ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. ചെറിയ റോഡാണ് അല്ലേ? തലങ്ങ് വിലങ്ങ് വണ്ടി. ബൈക്കൊക്കെ അത് കയറണുണ്ടാൽ പറയാം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ചെങ്ങന്മാരെ ഞങ്ങൾ അസിഘട്ടിൻ്റെ അടുത്തന്നെ ഉള്ളത്. പക്ഷേങ്കിൽ നമുക്ക് റൂം അല്ലേ, റൂമൊരു വിഷയമാണ്. വിഷയം എന്ന് പറഞ്ഞാൽ 800 റുപ്യൊക്കെ ലാസ്റ്റ് അവർ ചോദിക്കണേ. 800 റുപ്യ. 800 റുപ്യൊക്കെ ഭയങ്കര റേറ്റാണ്. ഒരു 600 റുപ്യൊക്കെയാണെങ്കിൽ നമുക്ക് പിന്നെ നോക്കാറുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് 800 എടുത്തിട്ട് പിന്നെ നമ്മൾ തപ്പണം നാളെ.
എന്ത് ചെയ്യാ? അതും കൂടുതലാവൂലേ? വേറെ ഇനിയിപ്പോൾ ഇപ്പം സമയം എന്ന് പറയുന്നത് 8 മണിയായി. തപ്പിയിട്ട് എപ്പോഴാണ് കിട്ടുക? അല്ലെങ്കിൽ വേറെ എവിടെ സൈഡാക്കിയിട്ട് നമ്മൾ സാധാരണ കിടക്കണ മാതിരി കിടക്കണം. റൂം കിട്ടിയിട്ടില്ല. ഇതിലാണെങ്കിൽ ആകെ തിരക്കാണ്. സമയം എന്ന് പറയുന്നത് ഇപ്പോൾ 9 മണിയായി. കൂടിയും കാലത്തെ അത്ര തിരക്ക്, ജനത്തിരക്ക്, എന്തൊരു കഷ്ടമാണോ. ഇതൊക്കെ നോക്കി മനുഷ്യന്മാരെ, ഇതൊക്കെ എന്താ ഇവിടെ വെയിലെ വണ്ടി പോവുക, പോകാൻ വേണ്ടി കഴിയില്ല. സമയം നോക്കിക്കോളെ 11:10. അതായത് ഈ 11:10 നേരത്തെ പോലെ ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല. റൂം നമ്മൾക്ക് അവിടെ ഒരു റൂമുണ്ട്. നമ്മളുടെ വണ്ടി ആണെങ്കിൽ സ്റ്റാർട്ട് ആവണമില്ല അല്ലേ. മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ഒരു കെട്ട ദിവസം അല്ലേ. വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് കുറേ നേരമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം നടക്കണില്ല. ഞങ്ങൾക്ക് വെക്കണമാരെയൊക്കെ നോക്കി. നാളെ നോക്കാം, നമുക്ക് നാളെ രാവിലെ നോക്കാം. ലാസ്റ്റ് വണ്ണ നോക്കട്ടെ. ആ ജവുമ്പല നേരത്തെ കുത്തി ആ വലുത് മൂത്തി നോക്കട്ടോ. ഏതാ കത്തണ്? ഈ ചോപ്പോ ഇതോ? അത് ചൂടായും ചെയ്തേക്കണം പൈസ. അപ്പോൾ നമ്മളുടെ എല്ലാവിധ പരിപാടികളും ഇവിടെ കൊണ്ട് അവസാനിച്ച മട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ റൂമിൽ കയറട്ടെ. ഇന്നത്തെ രാത്രിയിൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. റൂമിൽ കയറിയിട്ട് ഒന്നോട് ഇറങ്ങാം നമുക്ക്. സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട്, സാധനങ്ങൾ അറിയാൻ മാത്രമൊന്നുമില്ല. നമ്മൾ ഡ്രസ്സ് എടുക്കാം, പിന്നെ ചാർജർ പോലത്തെ സംഭവങ്ങൾ, കുളിക്കാനുള്ള സോപ്പ്, മറ്റു മറിച്ച് അതങ്ങനത്തെ ഒക്കെ എടുക്കാം. അത് മാത്രം എടുത്താൽ മതി. ബാക്കിയൊക്കെ വണ്ടി തന്നോട്ടെ. അവനാട് കെട്ടി വലിച്ചണ്ട. അതെന്താ വെച്ചാൽ 3ാമത്തെ നിലയിലാണ്. ലിഫ്റ്റ് ഉണ്ട്. എന്നാലും ഓരോ കാണുമ്പോൾ നമ്മളെ ബെഡ് കാര്യമൊക്കെ കാണുമ്പോൾ തന്നെ കയറടിച്ചു. ഗൈസ് വണ്ടി ഇവിടെ ഇങ്ങനെ കെട്ടി മൂടി വെച്ചിട്ടുണ്ട്. എന്താകുമല്ല. ചാവിയോ ഉണ്ടോ? നമ്മളെ വണ്ടീനെ അവിടെ കെട്ടിപ്പൊട്ടി വെച്ചിട്ടുണ്ട്. നമ്മളുടെ റൂം ഇതാണ്ട് അപ്പുറത്താണ്. കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തേക്കണം. കൈ കിട്ടിയ സാധനങ്ങൾ പറഞ്ഞാൽ ഡ്രസ്സ്, ഷൂവ്, ചാർജറുകൾ, ക്യാമറ, മൊബൈല്, അത്തരം സംഭവങ്ങൾ മാത്രം. ബാക്കിയുള്ളതൊക്കെ വണ്ടിയിൽ തന്നെയാണ്. വണ്ടീൻ്റെ അവസ്ഥ നമുക്ക് എന്താ അറിയില്ല, കണ്ടറിയ തന്നെ വേണം. നാളെ നോക്കാം നമുക്ക് അതിനെക്കുറിച്ച്. പിന്നെ ഇവിടെ കണ്ടങ്ങൾ ഇപ്പോഴും ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 11:30 ഇവിടെ ഉറക്കൊന്നുമില്ല. സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്. എന്താ പറയുക, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 12 മണിക്കൊക്കെ നമുക്കൊന്ന് ഇറങ്ങി നോക്കണം. അപ്പോഴത്തെ അവസ്ഥ എന്താ അറിയാമല്ലോ. റൂമിലൊന്ന് പോയി സെറ്റിലായിട്ടേ വണ്ടിയെ തന്നെ ഒന്ന് നോക്കും ചെയ്യാൻ വന്നിട്ട്. പൈസ അപ്പോൾ കൊക്ക് ലിഫ്റ്റിൽ കയറി വല്ലാത്ത റൂമൊക്കെ എത്ര കേട്ടോ അത് കാണിച്ചു തരാം. അങ്ങനെ ഒരു പെടലുകളുടെ ദിവസമായി ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇതുവരെ യാത്രയിൽ ഇത്തരത്തിലൊരു മോശപ്പെട്ട ദിവസം ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രാവിലെ ഇറങ്ങി, പിന്നീട് അങ്ങോട്ടുള്ള വണ്ടിൻ്റെ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾ. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഇത് ആദ്യമായിട്ട് പ്രശ്നമൊന്നുമല്ല. ഞാൻ പിന്നെ വീഡിയോകൾ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. സംഭവം പ്രശ്നമുണ്ട്, പോണ വരെ പോട്ടെ എന്ന് കരുതി. പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാര്യം, മോട്ടറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് നാളെ കിട്ടുമെന്ന് നോക്കണം. മോട്ടർ കിട്ടിയാൽ ഭാഗ്യം, കിട്ടിയിട്ടില്ലെങ്കിൽ അനുസരിച്ച് പോകും. അപ്പോൾ പോയി. ഓക്കെ, താങ്ക് യു. തണുത്ത വെള്ളം. ഇതാണ് നമുക്ക് 6 റുപ്യ കിട്ടിയുള്ള റൂം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ എന്താ വെച്ചാൽ 6 റുപ്യ ഇവിടെ. ഫസ്റ്റ് നമ്മൾ 800 റുപ്യക്ക് ഇതേപോലത്തെ റൂം തരാറുണ്ട്. അപ്പം ഞാൻ കരുതി ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞ് ഇതിനേക്കാൾ കുറയും. ചോദിച്ചു തോറും 1200, 1000, 1200, 1000, 1200 വെറുതെ. അവസാനത് ഇപ്പോൾ എടുക്കുന്നത് 11:45 അപ്പം ഇതിനുള്ളിൽ കയറണം. എന്താ ഇതൊക്കെ തന്നെ അവസ്ഥ. ഇനിയിപ്പോൾ ഇന്ന് പുറത്തേക്കൊന്നും പോകണില്ല. അന്നത്തെ ദിവസം പിന്നെ ഇങ്ങനെ തീരുകയാണ്. ഇപ്പം മനസ്സും ചത്തയോ. ഇതിലേറെ വെച്ചാൽ വണ്ടീൻ്റെ ബ്രേക്ക് ഇഷ്യൂവിൻ്റെ മുന്നേ തന്നെ രാവിലെ ഞങ്ങൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ തള്ളി സ്റ്റാർട്ടാക്കേണ്ടവരും കരുതുക. പക്ഷേ അത് സ്റ്റാർട്ടായി. അപ്പോൾ പിന്നെ അങ്ങനെ ആ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഈ വൈകുന്നേരം വരെ പോകുന്നല്ലോ. അത് കഴിഞ്ഞ ഉടനെ ബ്രേക്കിൻ്റെ ഇഷ്യൂവും കഴിഞ്ഞ് പിന്നെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും റൂമിട്ട് കിട്ടാത്ത വിഷയം. അതിനെല്ലാം പാടായിട്ട് ഇന്ന് വളരെ മോശമാണ്. ഒരു വിട്ട ദിവസം. അപ്പം ഞങ്ങൾ ഈ ഒരു വിളിച്ച് പോയിൻ്റെ പേച്ച് എന്താ പറയുക, ഉറക്കൊക്കെ വരുന്നുണ്ട്. ഒന്ന് കഴിച്ചില്ലേ നേരം വരെ, കഴിക്കണം, കുളിക്കണം, പറ്റ ക്ഷീണിച്ചു.
ഈ തിരക്ക് കൂടെ ഇങ്ങനെ ക്ലച്ച് ചവിട്ടി ഓട്ടിയിട്ട് എന്നായിക്കോട്ടെ അടുത്ത നല്ല വീഡിയോ ഇങ്ങോട്ട് വരാം ഓക്കെ.